إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار. أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. ആദരണീയരായ സത്യവിശ്വാസികളെ പരമകാരുണ്യകനും സൃഷ്ടാവുമായ അല്ലാഹുവിനെ ആരാധിക്കുവാനും അവനെ അനുസരിക്കുവാനും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പിൻപറ്റുവാനും എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ് വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട ഖുതുബകളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേട്ടിട്ടുള്ളത്. നമുക്കറിയാം ഖുതുബ കേട്ട ശേഷവും മുമ്പുമായി നബിദിനാഘോഷങ്ങൾ വളരെ സമൃദ്ധമായി ആഘോഷിക്കുന്ന രംഗങ്ങളൊക്കെ നേർക്കുനേരെയും സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ നമ്മൾ കണ്ടു. അതിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് അത് എവിടെ എത്തി എന്നതൊക്കെ അതിന്റെ ആളുകൾ പോലും അമ്പരക്കുമാറ് സങ്കടപ്പെടുമാറുള്ള രൂപത്തിലേക്ക് അത് എത്തിച്ചേർന്നതും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതുമാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം ഈ ആഘോഷങ്ങളും അതിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങളുമൊക്കെ കാണുമ്പോൾ ആരാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരു ഐഡിയയും ഇല്ലാത്ത ആളുകളായിട്ടാണ് ഇവരെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ആരാണ് റസൂൽ എന്നവർക്കറിയില്ല. ഏതോ ഒരു കാലഘട്ടത്തിൽ 100-50 വർഷമോ ജീവിച്ച ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ, ഒരു രാഷ്ട്രീയ നേതാവിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാർ അവരുടെ രാജാവെന്ന് വിളിക്കുന്ന ആളുകളെ ഒക്കെ ആദരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങളിൽ അവരെ മുന്തിച്ച് കാണിക്കുന്നത് പോലെയൊക്കെയാണ് ലോകരുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ചുരുക്കിയിട്ടുള്ളത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി
നമ്മെപ്പോലുള്ള ആളുകളെ നേർരേഖയിൽ സത്യത്തിന്റെ പാന്താവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിനെ ഇതര വസ്തുക്കളെ ആരാധിക്കുന്നതിൽ നിങ്ങൾ നോക്കി മരണപ്പെട്ടു പോകുന്ന പഴക്കം ചെല്ലുന്ന ഒളിച്ചോടി പോകുന്ന കൊല്ലപ്പെടാൻ സാധ്യതയില്ല, തഴക്കം വരാൻ സാധ്യതയില്ല, പഴക്കം വരാൻ സാധ്യതയില്ല, മോഷ്ടിക്കപ്പെടാൻ സാധ്യതയില്ല, ഒലിച്ചു പോകാൻ സാധ്യതയില്ല. ആരാധ്യ വസ്തുക്കളിൽ നിന്ന് ഒരിക്കലും ഉറക്കമോ മയക്കമോ ഇല്ലാത്ത ഏകനായ ഒരു രക്ഷിതാവിലേക്ക് സൃഷ്ടാവിലേക്ക് ആ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും ക്ഷണിക്കാൻ വേണ്ടി പണിയെടുത്ത പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അടികൊണ്ടു ഒരുപാട് പരിഹസിക്കപ്പെട്ടു. ഇബ്നു മുഅയ്യിബിൻ കഫം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വരുന്ന അവസ്ഥ അല്ലേ, കാർക്കിച്ചു തുപ്പി നമ്മുടെ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ദാറുൽ ഐമനിൽ ഖുറൈശികൾ റസൂലുള്ളാഹിനെ അക്ഷരാർത്ഥത്തിൽ പീഡിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ശഅബ ബി താലിബ് മലയിൽ 3 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂലിനെയും അനുയായികളെയും പട്ടിണിക്കിട്ടു. ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ റസൂലുള്ളാഹിന്റെ കൺമുന്നിൽ നിന്ന് മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുന്നിൽ നിന്ന് അവയവങ്ങൾ ഛേദിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി, രക്തമൊലിക്കുന്ന അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിള് മുറിഞ്ഞ് രക്തം ചിന്തുന്ന അവസ്ഥ, പല്ലുകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് റസൂലുള്ളാഹിനെ കുഴിയിൽ വീഴ്ത്തി. ഇങ്ങനെ നിരവധി പീഡനങ്ങൾ സഹിച്ചു അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന് ഒരു സമൂഹം അല്ലാഹനെ മാത്രം ആരാധിക്കുന്നവരായിട്ട് മാറണം. തന്റെ മുന്നിൽ ജീവിക്കുന്നവരും പിൽക്കാലത്ത് കടന്നു വരുന്നവരും തൗഹീദിന്റെ ആശയത്തിൽ ഉറച്ചു നിൽക്കണമെന്ന ബോധ്യത്തിൽ തീരുമാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെയും ഏറ്റുവാങ്ങേണ്ടി. അതുകൊണ്ട് പ്രവാചകനോട് പറയാൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ പറ, ഇന്നമാ അന ബശറുൻ മിസ്ലുകുൻ യുഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹും വാഹിദ്. ഒരേ ഒരു ഇലാഹ്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാൻ വേണ്ടി വന്ന ആളാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. നിങ്ങൾ നോക്കിയേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത് ഹിജ്റ 11-ാം വർഷം. ഇത് അടിച്ച് പൊളിച്ച് ആരാധിക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത് ബാൻഡും കൂത്തും ഡാൻസും കണ്ടില്ലേ, എന്തൊക്കെയാണ് ഡിജിറ്റലൈസ് ചെയ്തിട്ട് ഭയങ്കര ഡിജെകൾ ഒക്കെ ചെയ്തിട്ട് ഒരു ഭാഗത്ത് പിന്നിൽ നിന്ന് എന്താണ് ഒരു ഭാഗത്ത് പാടുകയാണ്. എന്താണ് മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്. ഹിജ്റ 12-നാണ് റസൂലുള്ളാഹി മരിക്കുന്നത്. അത് ഹിജ്റ 300-ന് ശേഷം വന്നതാണ്. അടുത്തൊരു വിഭാഗം അത് പാടിയിട്ട് ഇങ്ങനെ നടന്നു പോവുക, കൊടിയും വടിയൊക്കെ അല്ലേ. അന്ന് അതിങ്ങനെ എത്തിച്ചേർന്ന സ്ഥലത്ത് പ്രസംഗം നടക്കുന്നു. പല ആളുകളും ഈ നബിദിനത്തെ കൊച്ചാക്കുന്നു. പല ആളുകളും ഇതിനെ ആഘോഷിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ പിറകോട്ട് വലിക്കുന്നു. പല ആളുകളും ഇതിനെ മാറി നിൽക്കുന്നു. പല ആളുകളും ഈ സന്തോഷിക്കേണ്ട റഹ്മത്തുൽ ലിൽ ആലമീൻ കടന്നു വന്ന ദിവസത്തിന് പകരം ദുഃഖമാചരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ ഇതിന് തെളിവില്ല എന്നവർ പറയുന്നു. 40ഓളം ആയത്തുകൾ ഖുർആനിൽ പ്രസംഗിക്കുക. നിരവധി ഹദീസുമുണ്ടത്രേ. 40ഓളം ആയത്തുകൾ ഉണ്ട് എന്ന് പ്രസംഗിക്കുന്നു. അതേ ആളുകൾ ഒരു മണിക്കൂർ മുമ്പ് ജാഥയിൽ പാടിയതെന്താണ്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്. അത് ഹിജ്റ 300-ന് ശേഷം വന്നതാണ്. അതേ നാവ് ഒരു ചായ പോലും കുടിച്ചിട്ടുണ്ടാവില്ല. അവരാണ് എന്ത് പറയുന്നത്? 40ഓളം ആയത്തെ പറഞ്ഞതാ. നബിദിനം ആഘോഷിക്കാമെന്ന ആയത്തിറങ്ങിയത് നബിദിനം ആഘോഷിച്ച് തുടങ്ങുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ്. അതിനാ തെളിവ് അത്രത്തോളം എത്തി. ഞാനിത് പറഞ്ഞത് സഹോദരങ്ങളെ, ആളുകൾക്ക് വിചാരിക്കും ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉസ്താദ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാണ് ഇന്നത്തെ ഖുതുബ. നബിദിനമായി ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകൾ എന്തെടുക്കും, എന്താണ് അവർ ചെയ്യേണ്ടത് എന്നതാണ്. നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിയോഗം എന്നെ ഖുതുബയിൽ പറഞ്ഞതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാനിത് പോവുകയാണ്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഞാനിതാ എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, അതിനുള്ള അവസരം അള്ളാഹു നൽകിയിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അത്യുന്നതനായ കൂട്ടുകാരനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു. അങ്ങനെ വേർപാടിന്റെ സമയം ആഗതമായി അവിടുന്ന് അന്തിമ ഉപദേശം നൽകുകയാണ്. പ്രവാചകൻ ആ സമയത്തും തന്റെ കൂടെ നിൽക്കുന്ന ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് ഉപദേശം നൽകി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്നിട്ടോ അവിടുത്തെ ആളുകൾ കൂടുന്ന ആളുകൾ പറയാൻ മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ പറയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗത്താൽ ദുനിയാവ് ഇരുണ്ടുപോയി, ഞങ്ങളുടെ ഹൃദയങ്ങൾ പിളർന്നുപോയി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ അല്ലാഹുവേ എത്ര മഹത്തായ ഭീകരാവസ്ഥയാണിത്, എത്ര കഠിനമായ വിപത്താണിത്, എത്ര പ്രയാസമേറിയ സംഭവമാണിത്, എത്ര ഭാരമേറിയ നിമിഷങ്ങളാണിത് എന്നവർ അവർ കരഞ്ഞുകൊണ്ട് വിലപിക്കുന്ന അവസ്ഥയുണ്ടായി. എങ്ങനെ അല്ലാതിരിക്കും പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടെ സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമേതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടെ ഭൂമിയിലേക്ക് ആകാശത്തു നിന്നും ദിവ്യബോധനം വന്നുകൊണ്ടിരുന്നത് നിലയ്ക്കുകയാണ്. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കടി വന്നിരുന്ന വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ നമുക്ക് ഗുണഘോഷിച്ചു തന്ന ആ വഹയിന്റെ സിസ്റ്റം എന്ത് ചെയ്യാണ്? ദിവ്യബോധന നിലയ്ക്കുകയാണ്. ചക്രവാളം ഇരുളുകയാണ്, മുസ്ലിങ്ങൾ ഇളകി മറിയുകയാണ്. അത് മാത്രവുമല്ല, സ്തബ്ധരായിപ്പോയവരുണ്ടായിരുന്നു പ്രവാചകന്റെ മരണം കണ്ടിട്ട്. റസൂലുള്ള മരിക്കുകയോ, റസൂലുള്ള മരിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചേക്കില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ടായി. അത് മാത്രവുമല്ല, ആളുകൾ എന്താ പറയുക, എഴുന്നേൽക്കാൻ കഴിയാതെ തളർന്നുപോയ അവസ്ഥ ആ കൂട്ടത്തിലുള്ള ചിലരെ ബാധിച്ചു. എന്നിട്ടോ അവിടുന്ന് മാത്രമല്ല, ചില ആളുകൾക്ക് സംസാരിക്കാനാവാതെ അവരെ നാവ് ബന്ധിക്കപ്പെട്ടു പോയതുപോലെയായി. മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ കാന യൗമുൽ ലദീ ദഖല ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് കടന്നു വന്ന ആ ഒരു ദിവസമുണ്ടല്ലോ, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ പറ്റി അദ്ദേഹം പറയാണ്, അല്ലാഹു മിൻഹാ കുല്ല ഷൈ, എല്ലാം പ്രകാശപൂരിതമായി. മദീനത്തെ എല്ലാ വസ്തുക്കളിലും ആ പ്രകാശത്തെ ഞങ്ങൾ കാണുകയുണ്ടായി എന്നിട്ട് പറഞ്ഞു. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ട അന്ന് മദീനത്തെ മുഴുവൻ വസ്തുക്കളും ഇരുട്ടിലായി പോയി പറഞ്ഞത്. ആരാ ഖുതുബയിൽ പറഞ്ഞത്? ഞാൻ ആവർത്തിക്കുന്നതിനാണെന്നറിയോ? കഴിഞ്ഞ ഖുതുബയിലും നബിദിനത്തിന്റെ വകയിൽ ഇവിടുന്ന് നാട്ടിൽ നിന്ന് മനസ്സിലാകാത്ത ഖുതുബയും കേട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അക്ഷരാർത്ഥത്തിൽ അവർ വലിയ പ്രയാസത്തിലായിരുന്നു പ്രിയപ്പെട്ടവരെ. എല്ലാം എന്തായി? ആകെ ഇരുട്ടിലായി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വല്ല മുസീബത്തും വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ മരണപ്പെട്ടു എന്ന ആ മുസീബത്തിനെ പറ്റി ആലോചിച്ചോളി. അതിനേക്കാൾ വലിയ മുസീബത്തില്ലാണ്. ഇതാ അസാബ മുസീബത്തിൻ ഞാൻ നഷ്ടപ്പെട്ടു, ഞാൻ മരണപ്പെട്ട മുസീബത്തില്ല. അതിനേക്കാൾ വലിയൊരു മുസീബത്ത് നമുക്കില്ല. നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാൽ എന്ത് ചിന്തിച്ചാൽ എന്തിന് അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിട്ടില്ലേ, അതിനേക്കാൾ വലിയ നഷ്ടമുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയ അന്ന്, ആ മാസം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് പ്രവാചകൻ ഈ നാട്ടിൽ കൊണ്ടുവന്നത് എന്താണോ അത് നമ്മൾ ഏറ്റെടുക്കേണ്ടവരല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കും, നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയൊക്കെ മരണപ്പെട്ട ഒരു ദിവസം കടന്നു വന്ന് നമ്മൾ എന്താ ചെയ്യുക? വാപ്പന്റെ ആ കണ്ണടൊന്ന് എടുത്തു നോക്കും, വാപ്പ ഉപയോഗിച്ച ആ എഴുതി വെച്ച പുസ്തകം ഒന്ന് എടുത്ത് വായിക്കും, അല്ലേ? ഉമ്മാന്റെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളെ പറ്റി ചർച്ച ചെയ്യും, ആ അടുക്കളയും, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതൃകാപരമായ പെരുമാറ്റത്തിലൂടെ ശത്രുക്കളെ പോലും ആ ശത്രുക്കളുടെ പോലും ആദരവും സ്നേഹവും വിളിച്ചു പറ്റിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം, അല്ലേ? എന്താ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ ഖിയാറുക്കും ലിനിസാഇഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവത്തെ പ്രോത്സാഹിപ്പിച്ച പ്രവാചകനായിരുന്നു. ഏറ്റവും നല്ല സ്വഭാവം കൊണ്ട് ശത്രുക്കൾക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നു പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ കാരുണ്യം നിമിത്തം താങ്കൾ അവരോട് സൗമ്യമായിരിക്കണം. ബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലഹും വലൗ കുൻത ഫഖ്വൻ അലീദൽ ഖൽബി ലൻഫളു മിൻ ഹൗലിക്. എന്ന് റസൂലുള്ളാഹിയോട് പറയാണ്, പ്രവാചകരെ, താങ്കൾ പരുഷ സ്വഭാവിയും കഠിന ഹൃദയക്കാരനുമായിരുന്നെങ്കിൽ അവർ നിന്റെ ചുറ്റുപാടിൽ നിന്ന് വേർപെട്ടു പോകുമായിരുന്നു. അങ്ങാനും പരിശനായ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ ഇവരാരും പ്രവാചകരെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടുതലായിരുന്നു എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അത്രയും ആകർഷകമായ സ്വഭാവം. നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാണ്, 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന, അതിന്റെ മുമ്പും പിമ്പുമായി സുന്നത്തുകൾ വർത്തിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, അതുപോലെ സകാത്ത് നൽകുന്ന, ഉംറ നിർവഹിക്കുന്ന, എല്ലാ ഈ പറഞ്ഞ ഇബാദത്തുകളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന പലരും സ്നേഹിക്കുന്നില്ല. ശ്രദ്ധിച്ചു, പല ആളുകൾക്ക് നമ്മളെ ഇഷ്ടമല്ല അല്ലെ? എതിർ സംഘടനകൾ, എതിർ മതക്കാർ, അയൽവാസികൾ, തൊട്ടടുത്തുള്ള കച്ചവടക്കാർ അല്ലെ, നേർക്ക് നേരെ മുന്നിൽ നിൽക്കുന്ന കച്ചവടക്കാർ, ഒരിക്കൊന്നും നമ്മളെ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? നമസ്കാരത്തിന്റെ റക്അത്ത് പറഞ്ഞിട്ടാണോ? സകാത്തിന്റെ 2% 2 കൊണ്ടാണോ? അല്ല, അതൊക്കെ നമ്മൾ ക്ലിയറാണ്. പക്ഷെ സ്വഭാവത്തിന് ഓരോ മിസ്റ്റേക്കും. നാവ് കേടാണ് നമ്മുടെ ഇടപാടുകളിൽ ശുശ്രൂഷയില്ലാത്തവൻ, വാക്കുപാലിക്കാത്തവനാണ്, അസഭ്യം പറയുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞെന്തിനെന്നറിയോ? സൽസ്വഭാവമെന്ന ആളുകളെ ആകർഷിച്ച അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതര ശത്രുക്കളായി റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞവർ, പരിഹസിച്ചവർ, ഈ പറഞ്ഞ റസൂലുള്ളാഹിന്റെ പല്ലെടുത്തവർ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ വീട്ടിക്കൊണ്ടുപോയി ആക്കിയവർ, ഇങ്ങനെ എല്ലാ നിലക്കും ഉപദ്രവിച്ചവരൊക്കെയും റസൂലുള്ളാഹിനെ അല്ലമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. നമ്മളോ നല്ല ആദർശത്തിലും നല്ല സംഘടനയിലും നല്ല പാർട്ടിയും, എന്താ പറയാ, ശിർക്കില്ലാത്തവർ, ബിദ്അത്തില്ലാത്തവർ, ഹറാമില്ലാത്തവർ. പക്ഷേ ആളുകൾക്ക് നമ്മളെ ഇഷ്ടമല്ല. ആളുകൾക്ക് നമ്മളെ അടുപ്പിക്കാൻ ഒരു പേടി. എന്തുകൊണ്ടാ? പ്രവാചകൻ ആദ്യമായി സമൂഹത്തെ കാണിച്ച സൽസ്വഭാവം എന്ന മര്യാദ നമ്മൾ വർദ്ധിക്കാത്തതുകൊണ്ടാണ്. നബിദിനത്തിന്റെ റബീഉൽ അവ്വലിന്റെ മാസത്തിൽ നമ്മൾ എന്തെടുക്കണമെന്ന് പറഞ്ഞാൽ ഈ റബീഉൽ അവ്വൽ മുതൽ ഇൻഷാ അല്ലാഹ് ഒരു നല്ല സ്വഭാവമുള്ള മനുഷ്യനായിട്ട് ജീവിക്കണം എന്ന് തീരുമാനിച്ചാൽ ഓൻ നബിദിനം ആഘോഷിച്ചു. അങ്ങനെയാണ് നബിദിനം ആഘോഷിക്കുന്നത്. റസൂലുള്ളാഹിന്റെ ഒരു സാധനം നമ്മളെ ശരീരത്തിൽ നിന്ന് പുറത്ത് പ്രകടിപ്പിക്കപ്പെടുക. അങ്ങനെ മാറിയല്ലോ സംസാരമൊക്കെ. ഞാൻ ഈ റബീഉൽ അവ്വൽ മുതൽ തീരുമാനിച്ചു, ഇനി ഒരു ശാഠ്യവും എന്റെ അടുത്ത് വരില്ല, പരിക്കനായ ഒരു സംസാരവും വരാതെ ശ്രദ്ധിക്കും. ഞാൻ ചൂടാവൂല, ഞാൻ പരമാവധി സബൂറാക്കാനാണ് തീരുമാനം. ഞാൻ ആ പറഞ്ഞ പരിപാടിക്ക് ഇനി എന്നെ കിട്ടൂലട്ടോ. ഇനി ഞാനത് ചോദിക്കാനും പറയാനും മല്ലയുദ്ധത്തിൽ നിങ്ങൾ വിളിക്കരുതല്ലോ എന്ന് പറഞ്ഞ് ഏറ്റവും സൗമ്യമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ മാസത്തിൽ പ്രവേശിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അങ്ങനെ തീരുമാനമെടുക്കുന്നവരാണ് മുവഹിദായ ഒരു മനുഷ്യൻ. അല്ലാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ ഖുർആൻ അങ്ങനെയാണ് പുകഴ്ത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഇനിയോ കയ്യൂക്ക് കൊണ്ടും നാവിന്റെ ബലം കൊണ്ടും തന്നെ ഒന്നും നമുക്ക് നേടാനാവില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, 10 വർഷത്തോളം ഞാൻ പ്രവാചകന് സേവനം ചെയ്തിട്ടുണ്ട്. അനിഷ്ടകരമായ ഒരു വാക്ക് പോലും അദ്ദേഹം എന്നോട് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇനി നമ്മൾ നമ്മളെ കൂടെ ജീവിച്ച മുഴുവൻ ആളുകൾ, ഞാൻ എന്നോട് കൂടി പറയുന്നു, നമ്മളുടെ കൂടെ ജീവിച്ച നമ്മുടെ ഭാര്യ, നമ്മുടെ മകൻ, നമ്മുടെ തൊഴിലാളി, നമ്മുടെ അസിസ്റ്റന്റ്, നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ അയൽവാസി, നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മുടെ ഡ്രൈവർ, നമ്മുടെ വീട്ടു ജോലിക്കാരി, ഇവരൊക്കെയാണ് നമ്മളോടൊപ്പം ചേർന്ന് ജീവിക്കുന്നവർ. അവർക്ക് അനസ് ഇബ്നു മാലിക് പറയുന്നത് പോലെ പറയാൻ കഴിയും, കാലം വരെ ഈ മനുഷ്യൻ എന്നോട് ചൂടായിട്ടില്ല. ആരാ പറയാ? ഒരാളും പറയും. ഇബാദത്തിന് നമ്മളൊക്കെയാണ് ബാങ്കുകൊടുത്ത പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ അഭിപ്രായം നമ്മളെ പറ്റി ഇനി വരണം. അല്ലാഹു ഇതുവരെ നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ഇനി വരണം. അതാണ് ഈ റബീഉൽ അവ്വൽ കൊണ്ട് നമ്മൾ വരുത്തേണ്ടത്. അവിടെയാണ് നമ്മൾ കൊണ്ടുവരേണ്ട നബി സ്നേഹം, നമ്മൾ കൊണ്ടുവരേണ്ട പ്രകടനം. അങ്ങനെ നന്മ കൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ് നമ്മൾ പറയേണ്ടത് പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് മാത്രവുമല്ല, നന്മക്കതിൻ്റെതായ നല്ല ഗുണങ്ങളും തിന്മക്കതിൻ്റെതായ ചീത്ത ഗുണങ്ങളുമാണുള്ളത്. നന്മ വരുത്തുവാൻ തിന്മക്ക് സാധ്യമല്ല. നന്മ വരുത്തുവാൻ തിന്മക്ക് സാധ്യമല്ല. ഒരു തിന്മ പലപ്പോഴും പല നന്മകൾ ചെയ്യാൻ കാരണമാകും. പല തിന്മകൾ ചെയ്യാൻ ഒരു തിന്മ ചിലപ്പോൾ കാരണമാകും. ഒരു തിന്മ പല തിന്മകൾ ചെയ്യാനും കാരണമാകും. അല്ലേ? ഒരു മോഷണം നടത്തി, ഞാനെല്ലാം അടുത്ത് പറയാം, അപ്പൊ അടുത്ത തിന്മയായി. പിന്നെ തെളിവ് നശിപ്പിക്കുകയാണ്, അടുത്ത തിന്മയായി. പിന്നെ അത് വേറൊരാളെ പേരിലേക്ക് അക്കം പോലെ അടുത്ത തിന്മ. ഏതൊരു സംഗതിയും ഒരു തിന്മ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അടുത്ത തിന്മയും കൂടി ചെയ്യാനുള്ള പ്രേരണ. അതല്ലേ നമ്മളിപ്പോ കണ്ടത്? റബീഉൽ അവ്വൽ അടിച്ചു പൊളിച്ച് അതിര് കവിഞ്ഞ് അവസാനം ഇതര മതക്കാരായ ആരാധനാലയങ്ങളിൽ പോയിട്ട് അതിനെ ആരാധിക്കുന്ന തരത്തിലേക്ക് നമ്മളെ കൗമ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ ഏടക്കായി പോയിട്ടുള്ളത് അല്ലേ? പണ്ട് വിസർജ്യത്തിന്റെ അടുത്ത് വരുന്നിട്ട് അവരുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ആരോ പറഞ്ഞോലെ ആ വിസർജ്യത്തിന്റെ അടുത്ത് നിങ്ങളൊന്നും മാറിയിരുന്നു. ഈ ഉപദേശിച്ച മനുഷ്യരോടുള്ള ദേഷ്യത്തിൽ ആ വിസർജ്യത്തിൽ കുത്തിത്തുന്ന ആരോ പറയുന്നത് അതിനോടുള്ള ദേഷ്യത്തിൽ അതിൽ കുത്തിത്തുന്നെങ്കിൽ അങ്ങനെയാണ് ആളുകൾ ആഘോഷിക്കുന്നത്. നമ്മളോടുള്ള വാശി എല്ലാരും കുട്ടിയും എന്തൊക്കെയാണ് ഒന്നായിട്ട് സാമ്പാറാക്കണം. എന്നിട്ട്
മതപ്രേമം. നമുക്കിതൊന്നും ഇല്ലാത്ത നമ്മൾ വർഗീയവാദികൾ. ആരാ വർഗീയവാദികൾ? അവരുടെ ആരാധനകൾ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നു? അവർ ആദരിക്കുന്നു, ആക്ഷേപിക്കാതെ അവർ ഉപദേശിക്കാൻ നമുക്ക് ചാൻസ് കിട്ടും. നമ്മൾ സ്നേഹത്തോടെ ഉപദേശിക്കുന്നു. അവരെക്കൊള്ള നമ്മൾ വല്ലാതെ പോകാറ് പോലുമില്ല. അവരുടെ ആഘോഷം ഭദ്രമായി ഭംഗിയിൽ ആഘോഷിക്കാനുള്ള അവസരം കൊടുക്കുന്നവരാരാ? നമ്മളല്ലേ. മറ്റേതെന്താ ചെയ്യുന്നത്? ഓല ആഘോഷത്തിൽ നമ്മൾ മുന്നിൽ പോയിട്ട് ഓരിക്കൊന്നും തൊയ്യാനും കൂടി നേരമില്ലാത്ത വിധം നമ്മൾ മുന്നിൽ പോയിട്ട് തൊയ്തു കൊടുക്കുകയാണ്. അവര് പൂക്കളം ഒരുക്കാൻ വാങ്ങുന്ന പൂക്കൾ എടുത്തിട്ട് നമ്മൾ പൂക്കൾ നമ്മൾ മുന്നിൽ. അവർ അവരുടെ ആഘോഷത്തെ റീൽസിലൂടെ പുറത്തേക്കൊന്ന് പ്രകടിപ്പിക്കണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ കൗമ പോയിട്ട് അതിന്റെ നമ്മളെ കൗമിന്റെ റീൽസ് പുറത്തേക്ക് വരുന്നുള്ളൂ. അവർക്ക് അവരുടെ റീൽസ് പോലും പുറത്തേക്ക് ഇടാൻ കഴിയാത്ത വിധം നമ്മൾ ഹൈജാക്ക് ചെയ്യണം. ശരി അല്ലേ? ആലോചിച്ചു. എന്നാ തിരിച്ചില്ലാത്തതിൽ നമുക്ക് എന്തെങ്കിലും ആക്ഷേപമില്ല. ആക്ഷേപം ഉണ്ടാവില്ല, ആക്ഷേപിക്കാൻ പാടില്ല. കാരണം നമ്മളുടെ ആരാധനാ കാര്യങ്ങളിൽ അവരിടപെടില്ല. അവർക്കുള്ള വിവരം എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയുടെ നിക്കാഹ് നടക്കുകയാണ്. നിക്കാഹിൽ നമുക്കറിയാലോ ഒരു വലിയ ആ ഭാര്യയുടെ ഉപ്പയിരിക്കുന്ന വേദിയിൽ നമ്മളെ ജസ്റ്റ് കല്യാണത്തിന് അവർ വിളിച്ചിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചോളി. അതിന്റെ പ്രിയപ്പെട്ട 4-5 ആളുകൾ നമ്മളൊക്കെ പോയി ഇരുന്നാൽ എന്താ സീൻ ഉണ്ടാവും അവിടെ? ആരും ഒന്നും പറയുന്നില്ലെങ്കിൽ ഒരു ചിന്തിക്കില്ല ആരാണ് കയറിയിരുന്നത്. ഈ അവസ്ഥയാണ് ഇവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ കയ്യേറിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അള്ളാഹു അവർക്ക് വിവരം നൽകട്ടെ എന്നേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല സൽസ്വഭാവത്തെ നമ്മൾ കൊണ്ടുവരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു സൽസ്വഭാവമായിരുന്നു വിനയമെന്നത്, വിട്ടുവീഴ്ച. വിട്ടുവീഴ്ചയില്ലാതെ ശാഠ്യവും പിശുക്കും കാണിക്കുന്നത് നല്ലതല്ലെന്നും വിട്ടുവീഴ്ച മനസ്ഥിതിയാണ് സൂക്ഷ്മതക്കും വയറക്കും അനുയോജ്യമായതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. എന്താ പറഞ്ഞത്? അവർക്ക് മാപ്പ് നൽകുക, വിട്ടുപുറത്തു കൊടുക്കുക. നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാ ചോദിക്കുന്നത്. നമുക്ക് അല്ലാഹു പുറത്തു തരുന്നത് നമുക്ക് ഇഷ്ടമല്ലേ എങ്കിൽ അവർക്ക് നിങ്ങൾക്ക് പുറത്തുതൂടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കുക. നന്മക്ക് പ്രതിഫലം നന്മ മാത്രമായിരിക്കും. ദുസ്വഭാവിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അല്ലാഹുവിന്റെ കോപത്തിന് അർഹനായിരിക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ദുസ്വഭാവവും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. കാരണം എന്താ? മഹത്തരമായ ഒരു വിശ്വാസമുള്ള ആൾക്കാരാണ് നമ്മൾ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ, ഏത് പ്രയാസത്തിലും ഒരു മഖ്ലൂക്കിനെയും വിളിച്ച് പ്രാർത്ഥിക്കാത്തവർ, അവസാനം ഇന്നടത്ത് പോയിട്ട് ഒരു തുലാഭാരം നടത്താതെ പോലും ചിന്തിക്കാത്തവർ. ആ നമ്മൾ സൽസ്വഭാവവും കൂടി കൊണ്ടുവന്നാൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിനെ ജനങ്ങൾ നമ്മളിലൂടെ കാണും. എന്തൊരു മഹത്തരമായ ആദർശമാണ് അദ്ദേഹം ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് പറയുന്നിടത്തേക്ക് നമുക്ക് മാറാൻ സാധിക്കും. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉപദ്രവിച്ചവരോട് ഒരിക്കലും പ്രതികാരം ചെയ്യാത്ത പ്രവാചകനായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും പ്രതികാരം ചെയ്തിട്ടില്ല. ആരാ പറയുന്നത്? മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സാക്ഷ്യം പറയുക. ഒരു തരത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതര ആളുകൾക്ക് പ്രയാസമുണ്ടാക്കാത്ത പ്രവാചകനായിരുന്നു എന്ന് റസൂലുള്ളാഹി. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദ അല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. എന്താണ്? നന്മയും തിന്മയും സമമാവുകയില്ല. കൂടുതൽ നല്ലതേതോ അതുകൊണ്ട് നീ തിന്മയെ എന്ത് ചെയ്യുക? തടുക്കുക. ഒരു തിന്മ നമ്മളോട് ചെയ്യുന്ന ആളോട് നമ്മൾ തിന്മക്കൊള്ളുന്ന സെയിമായി പ്രിയപ്പെട്ടവരെ അല്ലേ? സെയിമായില്ലേ? ഒരിക്കൽ നമ്മളെ തെറിവിളിച്ചു, നമ്മൾ തിരിച്ചു വിളിച്ചു. നമ്മളെ ഉദരന്താ ഓനെ വിളിച്ചിട്ടല്ലേ എന്നാ. അല്ലാണ്ട് മലക്കൾ എന്താ ഇത്? ഇവനെ വിളിച്ചു, ഇവനെ ഓനെയും വിളിച്ചു. രണ്ടും സെയിമല്ലേ? എന്നിട്ട് ചില ആളുകൾ പറയും അതിന്റെ വായുവിന്റെ ഗുണം അത് ഈ അവസരത്തിൽ അങ്ങോട്ട് പുറത്തായിപ്പോയതാണ് എന്ന് പറയും. ഏത് അവസരത്തിലായത് പുറത്താകരുത് റസൂൽ പഠിപ്പിച്ച് ഈ സമയത്തല്ലേ? എന്നാൽ ഉറങ്ങുമ്പോൾ തെറി പറയരുത്, അല്ലെങ്കിൽ കുളിക്കുമ്പോൾ തെറി പറയരുത്. അല്ലല്ലോ, ഈ പറഞ്ഞ സന്ദർഭം വെച്ച് നിങ്ങൾ അവളെ പരീക്ഷിക്കും. ശാഠ്യമുണ്ടാക്കും, ദേഷ്യമുണ്ടാക്കും, കോപമുണ്ടാക്കും. കോപം മനുഷ്യനിൽ ക്രോധമുണ്ടാക്കും, അല്ലേ? പകയുണ്ടാക്കും. വികാരങ്ങൾ അങ്ങനെ മാറി മറിയും. കത്തിജ്വലിക്കുന്ന തീജ്വാലകളായി ചില ദേഷ്യങ്ങളെ നമുക്ക് കൊണ്ടുവരേണ്ടി വരും. ആ സമയത്ത് ഞാനൊരു മുസൽമാനാണ്, എനിക്ക് ചില പക്വതകൾ, ചില ഐസത്തുകൾ, വലില്ലാഹി ഐസത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് വേണ്ട ഐസത്ത് പ്രതാപം എന്നിൽ പ്രകടമാകണമെന്ന് വിചാരിക്കാൻ പ്രിയപ്പെട്ട മുസ്ലിമേ നമുക്ക് സാധിക്കണം. അവിടെയാണ് പ്രവാചക സ്നേഹം തെളിഞ്ഞു വരിക. അല്ലാണ്ട് നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുക. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലേ എല്ലാവർക്കും കാരണം അറിയോ? ചാൻസ് ഇട്ടാത്തോണ്ടായിരിക്കും.
പല ആളുകളും നല്ല പക്വമതികളായി ജീവിക്കുന്നത് എന്തുണ്ടായിരിക്കുന്നറിയോ? പക്വമതികൾ ജീവിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്ന കാരണത്താൽ ഒരു കാരണമായിക്കോട്ടെ, ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, പ്രചോദനം ആയിക്കോട്ടെ, അവസരമായിക്കോട്ടെ. പക്ഷെ നമ്മൾ അല്ലാഹു ഒറ്റയ്ക്ക് പരീക്ഷിക്കുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നമ്മൾ അങ്ങനെ ആയിരിക്കണം. മനസ്സിലായില്ലേ? ഒരു സംഘം ചേർന്ന് യാത്ര ചെയ്യാൻ ഒരു ട്രെയിനിൽ ഒരു മോശമായ ഒരു വൃത്തികെട്ട നഗ്നഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന ഫോട്ടോകളുള്ള ഒരു മാഗസിൻ ആ വണ്ടിയുടെ സീറ്റിലുണ്ടെന്ന് കരുതിക്കൊള്ളു. നമ്മളെ കൂടെ ഉള്ളതൊക്കെ മനുഷ്യന്മാർ. നമ്മൾ തൊടുക ആ മാഗസിൻ നമ്മൾ തൊടൂല. എന്തുകൊണ്ടാ? ഇടത്തും വലത്തും ഒക്കെ ഉള്ളത് നല്ല മനുഷ്യന്മാരാണ്. നേരെ മറിച്ച് നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം ഒരു ട്രെയിനിൽ. ഈ മാഗസിൻ ഉണ്ട് അവിടെ. നമ്മളെന്താ ചെയ്യാ? ഒന്ന് ഇടത്തും വലത്തും നോക്കി നമ്മൾ തുറക്കും. പിന്നെ ഇടത്തും വലത്തും നോക്കും, അടുത്ത പേജ് അല്ലേ? ആ ആൾക്കാരെ കൂടെ ഒറ്റക്കുണ്ടായപ്പോ അള്ളയില്ലാന്നാണ് ഇയാൾ വിചാരം. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈമാൻ അങ്ങനെയാണുള്ള പരിശോധിക്കുക. അതുകൊണ്ട് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്താത്തവർ ചിന്തിക്കുക. സാമ്പത്തിക ക്രമക്കേടുകൾ നടത്താൻ പറ്റിയ നല്ല അവസരം കിട്ടിയ നടത്തൂലേ എന്നാണ് അള്ളാഹു നോക്കുക. അന്ന് നമ്മൾ നടത്തും അല്ലേ? മറ്റുള്ള പെൺകുട്ടികളോട് അല്ലെങ്കിൽ മറ്റുള്ള അവസരങ്ങളിൽ മോശമായ ബന്ധങ്ങൾ സ്ഥാപിക്കാതെ ജീവിക്കുന്ന ആൾക്ക് അള്ളാഹു ഒരു ചെറിയ പരീക്ഷണം വെച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് അയാൾ വീണു അല്ലേ? ഒരു സാധനം ആരാണ്ട് ഒരു സാധനം നിലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ നമുക്ക് എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമാക്കാൻ പാടില്ല. എടുക്കാൻ പാടില്ല എന്നല്ല, സ്വന്തമാക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യും? ആരും കാണുന്നില്ല, സ്വന്തമാക്കും. ഇങ്ങനെ അള്ളാഹു പരീക്ഷിക്കുന്നതിനൊക്കെ നമ്മൾ പൊട്ടിപ്പോകും. അള്ളാഹു പരീക്ഷിക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും ഈ പറഞ്ഞ തിന്മകളിൽ വീണു പോകാത്തത്. പരീക്ഷിച്ച അപ്പ വീണു. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെയാണ് നമ്മുടെ ഈമാൻ നമ്മൾ പരിശോധിക്കേണ്ടത്. ഏറ്റവും നല്ല ഇടപാടുകളിൽ, സംസാരങ്ങളിൽ, സ്വഭാവങ്ങളിൽ, മര്യാദകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേരാൻ സാധിച്ചാൽ അതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ പ്രവാചക സ്നേഹം. അക്കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും പ്രവാചകന്റെ ചര്യകളെ മുറുകെ പിടിക്കാനും എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചർച്ചയാകുന്ന ഈ മാസത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട രണ്ടാമത്തെ നിലപാടെന്താണെന്നറിയോ? സുന്നത്തുകളെ വളർത്തിയെടുക്കുക. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇതൊക്കെ അറിയിക്കും സുന്നത്താന്നുള്ളത്. പല ആളുകൾക്കും അതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാകും. 2-3 കാരണത്താൽ. ഒന്ന് ഭൗതിക ജീവിതവും ഭൗതികവാദവും പറഞ്ഞിട്ട് ഭൗതികമായ ആശയത്തിൽ മുങ്ങിക്കുളിച്ച് അതൊന്നും നമുക്ക് പറ്റൂല, നമുക്കൊന്നും പറഞ്ഞതല്ല എന്നൊക്കെ വിചാരിച്ച് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന ആൾക്കാർ. ചില ആളുകൾക്ക് അത് ആ സുന്നത്തുകൾ എടുക്കാൻ മാത്രമുള്ള ഈമാൻ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ നമ്മൾ ഈ പള്ളികളിൽ നടത്തിയ ഖുതുബകൾ ഉണ്ടല്ലോ, ഈ കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഈ പള്ളിയിൽ നടത്തിയ ഖുതുബ കേട്ടൊരു മനുഷ്യന് എല്ലാ സുന്നത്തും എടുക്കാനുള്ള ഈമാൻ വരും. അങ്ങനത്തെ ഖുതുബകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ മിമ്പറുകളൊക്കെ പച്ച മലയാളത്തിലെ ഉദാഹരണങ്ങൾ സഹിതം, ചരിത്രങ്ങൾ സഹിതം നമ്മൾ എല്ലാ വിഷയവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് വേണം ആലോചിക്കുക. മുസ്ലിമിന്റെ തുടക്കം എപ്പോഴാ? രാവിലെ അവൻ എഴുന്നേൽക്കുന്നു. അൽഹംദുലില്ലാഹ്, മരിച്ചതുപോലെ കിടന്ന എന്നെ അള്ളാഹു ഉണർത്തി. ഒരുപാട് ആളുകൾ കടന്നുറങ്ങി എണീക്കാത്തവരുണ്ട്. അള്ളാഹു ഇന്ന് എനിക്ക് ജീവൻ തന്നു, സുരക്ഷിതമായ രൂപത്തിൽ എഴുന്നേൽപ്പിച്ച റബ്ബിന് സർവസ്തുതിയും എന്നും പറഞ്ഞവൻ എഴുന്നേൽക്കും. ആ പ്രാർത്ഥനയും ചെയ്തില്ലേ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൈകൾ കഴുകാൻ എന്താ പറഞ്ഞത്? നമ്മുടെ കൈകൾ ഉറക്കത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഭാഗത്തേക്കൊക്കെ സ്പർശിച്ചിട്ടുണ്ടാവാം. പ്രവാചകന്റെ ഒരു ചര്യ നോക്കി നേരെ പോയിട്ട് കഴുകുന്നു, നേരെ പോയിട്ട് മോഹിച്ചിട്ട് 3 തവണ അല്ലേ? എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയോടുകൂടി ശൗചാലയത്തിലേക്ക് പ്രവേശിക്കുന്നു, ബിസ്മില്ലാ ചൊല്ലിയിട്ട് വുളൂ ചെയ്യുന്നു, പല്ല് തേക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസൽമാൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മുസൽമാൻ എന്ന നിലയ്ക്ക് ദുർഗന്ധം ഇതര മതക്കാർക്കോ ഇതര ആളുകൾക്കോ വരാത്ത വിധം സുരക്ഷിതമാക്കാനുള്ള എല്ലാ സംവിധാനം നമുക്ക് പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ വുളൂ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞു. വുളൂ ചെയ്തിട്ട് കിടന്നുറങ്ങണം അല്ലേ? വലതുഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് കിടത്തം ഉറക്കം തുടങ്ങാൻ പറഞ്ഞു. വലതുഭാഗത്തേക്ക് ഉറക്കം പറഞ്ഞു. എല്ലാം ചെല്ലിട്ട് കിടക്കാൻ പറഞ്ഞു. വലത് കൈ വെച്ച് ഇങ്ങനെ കിടന്നിട്ട് പിന്നെ നിങ്ങളൊന്നും സംസാരിക്കില്ലേ എന്ന് പറഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേറ്റു. എന്തൊക്കെയോ നമ്മൾ തിരുത്താനുണ്ട് പറയുന്ന ഞാനും നിങ്ങളും. പക്ഷെ സുന്നത്തുകൾ എന്നാണ് എല്ലാവരും വിചാരം എന്താണെന്നറിയോ? വസ്ത്രവും 1-2 സാധനങ്ങൾ നല്ല ഒരുപാട് തലത്തിൽ സുന്നത്തുകളെ കൊണ്ടുവരാനുണ്ട്.
വലത് കൈ കൊണ്ട് കുടിക്കുക. എല്ലാരും പറയും വലത് കൈ കൊണ്ട് എങ്ങനെയാണ് മീൻകറി ആവൂലേ, ഹോട്ടലിലെ ഗ്ലാസ് അല്ലേ, ഈ സൽക്കാരത്തിന് പോയതല്ലേ, നമ്മൾ കൈത്ത തൈലാവൂലേ, ഇങ്ങനെയൊക്കെ ന്യായം പറഞ്ഞ ആൾക്കാർക്ക് നിങ്ങൾ പേപ്പർ ഗ്ലാസ്സിൽ കൊടുത്തു വലത്തെ കൈ കൊണ്ട് കുടിക്കൂല. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിലും ഓനെ കൊണ്ട് ശൈത്താൻ ഇടത്തെ കൈ കൊണ്ട് തന്നെ കുടിപ്പിക്കുള്ളൂ. മറ്റൊരു ശൈത്താൻ നിങ്ങൾക്ക് പിശാച് നിങ്ങൾക്ക് നല്ലതായിട്ട് കാണിച്ചതാണ്, നിങ്ങൾക്ക് ന്യായമാക്കി തോന്നിപ്പിച്ചു തന്നതാണ്. ഒന്ന് ചിന്തിച്ചാ പോലെ അള്ളാന്റെ റസൂലിനെ അറിയൂലേ ഈ ഭക്ഷണം ഈ ഗ്ലാസുമലാവുന്നുള്ളത്? റസൂലിന് വിവരമില്ലാഞ്ഞിട്ടാണ്, അള്ളാഹ് അത് ആലോചിച്ച് നോക്ക്. ഇതൊന്നും ആവാതെ കുടിക്കുന്നില്ലേ? വലത് കൈ കുടിക്കുക എന്ന സുന്നത്ത്, ഇരുന്ന് കുടിക്കുക എന്ന സുന്നത്ത്, നമ്മുടെ ഭാഗങ്ങൾ തിന്നുക എന്ന്, ഇങ്ങനെ ഓരോ സുന്നത്ത് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിനെ നമ്മൾ തീരുമാനിച്ചാലുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. തീരുമാനിക്കണം. അല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഈ ആയത്തിന് ഒരർത്ഥം തന്നറിയോ? ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അവരിലുള്ളതിന് അല്ലാഹു മാറ്റം വരുത്തൂല. നമ്മൾ തയ്യാറാവണം എങ്കിലും സുന്നത്ത് ഇങ്ങനെ നിരത്തിങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? വലത് കൈക്ക് തൂക്കം നൽകുക. ഏതൊരു കാര്യത്തിലും വലതുഭാഗത്ത്, ആളുകളെ സാധുക്കളെ അഭിമുഖീകരിക്കുമ്പോൾ വലതുഭാഗത്ത്, ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ വലതുഭാഗത്ത്, വസ്ത്രമിടുമ്പോൾ വലതുഭാഗത്ത്, എല്ലാ നിലക്കും പ്രിയപ്പെട്ടവരെ വലതിനെന്തൊരു മുൻതൂക്കം നൽകുമ്പോൾ അതിനൊരു സുന്നത്ത് കിടക്കുകയാണ്. വലത് കൈ കൊണ്ട് നിങ്ങളുടെ മോശമായ ഭാഗങ്ങൾ സ്പർശിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഇടത് കൈ ഏൽപ്പിച്ചു. വലത് കൈ കൊണ്ട് അത് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഒരുപാട് സ്ഥലം മുടിവാരല്, ശുഭ്രവസ്ത്രം ധരിക്കലും, വൃത്തിയുള്ള വസ്ത്രം ധരിക്കലും, വൃത്തിയിൽ നടക്കലും, ആണുങ്ങൾ സുഗന്ധം പൂശല്, എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ പ്രവാചകന്റെ ചര്യയാണെന്ന് വിചാരിച്ച നിയ്യത്തോടെ ചെയ്താൽ കൂലി. അതിനെ ജീവിപ്പിക്കാനാണ് ഈ റബീഉൽ അവ്വലിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, സഹാബാക്കളോടൊപ്പം സ്വർഗ്ഗം കരഗതമാക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരങ്ങൾക്കും അയൽവാസികൾക്കും ബന്ധുമിത്രാദികൾക്കും കൂട്ടുകാർക്കും മക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കാണാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറുടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീൻ പഠിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് അല്ലാഹു നമ്മെ എല്ലാവരെയും മാറ്റിത്തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീൻ പഠിക്കാനുള്ള സാഹചര്യവും അറിവും കഴിവും ഈമാനും നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും തിരഞ്ഞെടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. توفنا مسلما والحقنا بالصالحين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.